ഏവർക്കും നമസ്തേ. ആദ്യമായി തന്നെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വനിതാ ദിനാശംസകൾ ഞാൻ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുകയാണ്. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാർക്ക്, അമ്മമാർക്ക്, വളർന്നു വരുന്ന ഓരോ ബാലകന്മാർക്കും തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് എന്നും വിലയേറിയതാണ് എന്നും മനസ്സിലാക്കി ഈ ജന്മത്തിൻ്റെ കർമ്മങ്ങൾ ഭംഗിയായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി നിറവേറ്റുവാനായിട്ട് ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ ടോപ്പിക്ക് എന്നുള്ളതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയം സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം 2026 ഇലക്ഷൻ അല്ലേ? ഇലക്ഷൻ ഇങ്ങ് അടുത്തിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ വർഷം, അതായത് 2025 വർഷത്തിൽ എനിക്ക് ലഭിച്ച വിവിധ സ്പിരിച്വൽ മെസ്സേജസ് പലപ്പോഴായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. 2022 തന്നെ കേരളത്തിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമ്മളുടെ കേരള സമൂഹം സമയാസമയങ്ങളിൽ ഓർക്കുകയും അതിനുശേഷം മറന്നു പോവുകയും ചെയ്യുന്ന വളരെ വലിയൊരു ടോപ്പിക്കിനെ പറ്റി, വലിയൊരു വിഷയത്തിനെ പറ്റിയുള്ള ഒരു വലിയൊരു സ്പിരിച്വൽ മെസ്സേജ് ഉണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ ഡാം അത് എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളത് ഒരു വളരെ വലിയ ദൗത്യം തന്നെയാണ്. ആ ദൗത്യത്തിന് വേണ്ടി പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടിക്കാരോ പ്രവർത്തകരോ ഒക്കെ ആളുകൾ ഇടപെട്ടെങ്കിൽ പോലും സക്സസ് ആയിട്ട് അത് ഇതുവരെയും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഇനിയെങ്കിലും നാം ചിന്തിക്കേണ്ടത് എന്നുള്ളത് ദയവായിട്ടൊന്ന് ഓർക്കുക. മാലാഖമാരും ഹനുമാൻ സ്വാമിയും ഒക്കെ ഉൾപ്പെടെയുള്ള ദേവതകൾ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളും വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ ഞാൻ ഈ ചാനൽ നൽകിയിട്ടുണ്ട്. ഇത്രയും ശക്തമായിട്ടുള്ള ദൈവിക ചൈതന്യങ്ങൾ എന്തുകൊണ്ടാണ് സംരക്ഷണമായിട്ട് എനിക്ക് നിൽക്കുക എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു കർമ്മത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിക്കുമ്പോൾ ഓരോ ആളുകളെ സംബന്ധിച്ചും നിരവധിയായിട്ടുള്ള കാലക്രമേണയുള്ള മാറ്റങ്ങൾക്ക് നാം ഏവരും വിധേയമായിക്കൊണ്ടിരിക്കണം. അത്തരത്തിൽ ഈ ജന്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ കർമ്മം തന്നെയാണ് എന്നെ സംബന്ധിച്ചും ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കർമ്മം തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷന് വേണ്ടി ഒരു വാക്കെങ്കിലും നിങ്ങളോട് പറയുക എന്നുള്ളത്. വാക്ക് പറയുക എന്നുള്ളത് മാത്രമല്ല, അതിനുവേണ്ടി എന്താണോ പ്രവർത്തിക്കാൻ സാധിക്കുക അത് ചെയ്യുക എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് ജനങ്ങളെ സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 500 ദിവസത്തിൽ കൂടുതലായിട്ട് സമരം നടത്തുന്ന ഒരു സംഘടനയും എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇതിനു മുൻപ് ഇതുപോലൊരു സംഘടനയിലെ പ്രവർത്തനം, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോയപ്പോൾ ഉണ്ടായ വളരെ വളരെ വിഷമകരമായ, ഖേദകരമായ, അത്യന്തം അപലപനീയമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായതിനാൽ എനിക്ക് വരുന്ന ഇത്തരത്തിലെ മെസ്സേജുകളൊക്കെ തന്നെയും കഴിയുന്നതും ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ വരുന്ന ഇലക്ഷന് വിദേശത്തായിരുന്നു ഞാൻ ഇത്രയും വർഷം. അപ്പോൾ അതുകൊണ്ട് വേറെ ലീഗൽ മാറ്റേഴ്സോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നുമില്ല എങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് നിന്നേ പറ്റുള്ളൂ. ഈശ്വരകൽപ്പന പാലിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നെക്കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുക. പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടത് ഒരുപാട് വർഷം പഴക്കമുണ്ട് ഈ ഒരു ഡാമിന്. പിന്നെ അത് എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയയിലാണ്. വെള്ളം വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി നമുക്കറിയാം. ഈ റീസെൻ്റ്ലി എനിക്കൊന്നു കഴിഞ്ഞ വർഷമാണ് കൊച്ചിയിൽ ഒരു ജലസംഭരണി പൊട്ടിയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ, നഷ്ടങ്ങൾ. അപ്പോൾ ഇത്രയും മാസീവായിട്ടുള്ള ഒരു ജലസംഭരണി അല്ലേ നമ്മുടെ ഡാം, അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുവാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ കോണ്ടെക്സ്റ്റൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. അതൊക്കെ നമ്മൾ ആളുകളോട് പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അത് മാത്രമല്ല, മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലായില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് അഭിനയിച്ച് നടക്കുന്ന ആളുകളുടെ ലോകത്താണ്. പിന്നെ ഒരുപാട് ഗുരുക്കന്മാരെ പോലെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ അവരുടേതായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളിൽ തിരക്കാണ്. അപ്പോൾ ആർക്കും ഈ ചെറിയ കേരളത്തിനെ പറ്റിയും നമ്മുടെ ഈ സമൂഹത്തിനെ പറ്റിയും ചിന്തിക്കുവാനായിട്ടുള്ള നേരം പൊതുവെ കുറവാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. അപ്പം നമ്മൾ പല നേതാക്കന്മാരെയും എന്തിനേറെ പറയുന്നു, നമ്മളുടെ അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ആളുകൾക്ക് പോലും പല ഇമെയിലുകൾ അയച്ചിട്ടും ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് ഇതുവരെ നമുക്കൊരു മറുപടി പോലും ലഭിച്ചിട്ടില്ല. അതും വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അത് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്ററിനെ പറ്റി ഒരു കൂട്ടം ആളുകൾ ഒരു ഇമെയിൽ അയക്കുമ്പോൾ അതിന് പോലും ഒരു മറുപടി പോലും ഇല്ലാത്തത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ഗൂഢമായിട്ടുള്ള ഒരു എന്താ പറയുക നീക്കങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഡീകമ്മീഷൻ ചെയ്യാതെ മറ്റൊരു വഴി നോക്കാത്തത്? കേരളത്തിൽ 3.5 കോടി ജനങ്ങളെക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട് ഇപ്പോൾ. ഇനിയിപ്പം അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടി ഏത് പാർട്ടി തന്നെയാണെങ്കിലും അതിൻ്റെ നേതാക്കന്മാരൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ ഈ മുല്ലപ്പെരിയാർ ഡാം നീട്ടിക്കൊണ്ടു പോകാതെ അതൊന്ന് ഡീകമ്മീഷൻ ചെയ്യുവാനും അതിൻ്റേതായിട്ടുള്ള പ്രാക്ടിക്കൽ വശങ്ങൾ ചിന്തിക്കുവാനും പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. ഇനി ഞാൻ ബൈ എഡ്യൂക്കേഷന് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. എൻ്റെ PhD ഡോക്ടറേറ്റ് പൊളിറ്റിക്കൽ സയൻസിലാണ്. യൂറോപ്പിൽ PR കൂടി അവിടെ അധ്യാപികയായിട്ടും റിസർച്ചറായിട്ടുമൊക്കെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിം സമയത്ത് തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള സ്പിരിച്വൽ ലൈഫും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ തിരികെ നമുക്ക് ഇവിടേക്ക് വരേണ്ടി വരികയും ഇങ്ങനൊരു നിയോഗത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതും ഈ കർമ്മത്തിൻ്റെ ഈ ഒരു ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഭാഗമായി പോയതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വന്നത് ഇപ്പോൾ പറയേണ്ടി വരുന്നത്. ഞാൻ ചെയ്യണമെന്നില്ല, ഞാൻ ഈ നിമിഷവും പറയുകയാണ്, ഞാൻ ഇതിന് വേണ്ടി ഒരു ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കണമെന്നോ ഒന്നും എനിക്ക് യാതൊരു താല്പര്യം ആസ് എ പേഴ്സൺ എനിക്കില്ല. കാര്യം ഞാൻ നമ്മുടെ ഇവിടെ ഉള്ള ഒരു വലിയ ടോപ്പ് ലീഡറെ പോയി കണ്ടു. അപ്പോൾ പുള്ളീനെ പോയി കണ്ടപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു വനിതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുമല്ല, യൂറോപ്പിൽ ജോലിയും കാര്യങ്ങളും PR ഒക്കെ കളഞ്ഞിട്ട് ഇവിടേക്ക് വരിക എന്ന് പറയുന്നത് ഉചിതമാണോ? ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സിറ്റുവേഷനൊക്കെ അറിയാം, ഇവിടുത്തെ അവസ്ഥകൾ അറിയാം, മീഡിയയുടെ ഫ്രെയിമിങ്ങും പ്രൈമിങ്ങും സംസാരങ്ങളും വളച്ചൊടിക്കലും ചീത്ത പറച്ചിലും അപവാദം പറച്ചിലും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന രീതിയും സിസ്റ്റംസും ഒക്കെ വളരെ നന്നായിട്ട് അറിയാം. എത്രത്തോളം ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുവാനും എന്താ പറയുക കൊല്ലാക്കൊല ചെയ്യുവാനും അവരെ താറടിക്കുവാനും ഒക്കെ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അതിപ്പോൾ ബൈ പൊളിറ്റിക്സ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ആളുകളാണെങ്കിലും ഒക്കെ തന്നെയും അങ്ങനെയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സാറിനെ കാണാൻ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിവേ ആലോചനയൊക്കെ ഇതിപ്പോൾ എനിക്കൊന്ന് കുറേ മാസങ്ങൾ 6 മാസത്തിൽ കൂടുതലായി കാണും. ഇതുവരെയും ഒരു മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റോ കിട്ടിയിട്ടില്ല. എനിവേ നമ്മളത് എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു, ഞാനത് ചെയ്തു, കണ്ടു, മീറ്റിങ്ങിൽ സംസാരിച്ചു, അവരവരുടെ കാര്യം പറഞ്ഞു. പിന്നെ അതിനൊരു ഫോളോ അപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതോടൊപ്പം തന്നെ എബ്രോഡ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ പോളിസിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്കും വിഷ്ണു സാറിനുമൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ പ്രകൃതി നിയമങ്ങൾ വ്യത്യാസമാണ്. അങ്ങനെ ആണ് ഇവിടെ തിരിച്ചു വരേണ്ടി വരുന്നതും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരുന്നതും ഒക്കെ തന്നെയും. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് വരുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ദയവ് ഇതാരും വരണ്ട. നമ്മുടെ പ്രൊഫൈൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, കാര്യം ഞാനൊക്കെ ഒരു 10-12 വർഷത്തിൽ കൂടുതൽ യൂറോപ്പിലായിരുന്നു. അപ്പം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കറപ്ഷനൊന്നുമില്ലാതെ വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഒരുപാട് പബ്ലിക് പോളിസീസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രാജ്യത്ത് അവരുടെ ഭാഷയും പഠിച്ച് അവിടുത്തെ PR ഒക്കെ നേടി അവിടെ പൊളിറ്റിക്സിലേക്ക് ഫോക്കസ് ചെയ്ത് നിന്ന ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും.
അപ്പോൾ അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഈ കാര്യം പറയുകയാണ്, ഡാം കേസ് പറയുവാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ദയവായിട്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. കാര്യം ഇവിടെ എനിക്ക് മനസ്സിലായിടത്തോളം എല്ലാം തന്നെയും എക്സ്ട്രീംലി എക്സ്ട്രീമാണ്. ഒരു ബാലൻസ് സ്റ്റേജ് പരസ്പരം കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. മനുഷ്യർക്ക് മാനുഷിക ബോധവും അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഇത്രയും വലിയൊരു ഭീകരതയെ പറ്റിയുള്ള ചിന്തയുമൊക്കെ ആ മഴ വരുന്ന സമയത്ത് മാത്രമേ കാണാറുള്ളൂ, അല്ലാത്ത സമയത്തില്ല. അപ്പോൾ പലപ്പോഴും മലയാളികളുടെ ഒരു വിചാരമുണ്ട്, ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു 3-4 ജില്ലകൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാകുകയുള്ളൂ, ഞങ്ങളൊക്കെ സേഫാണ്. അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾ വരെ ഉണ്ട്. യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ ഒരു ദിവസം പറയാനുള്ളത്, നിങ്ങളൊക്കെ നിങ്ങളുടെ നാടുകളിൽ രാഷ്ട്രീയപരമായിട്ട് ഇടപെടുന്ന ആളുകളായിരിക്കാം, അല്ലായിരിക്കാം, പക്ഷേ ദയവായിട്ട് ചിന്തിക്കുക. ഇനി വരാൻ പോകുന്ന ഒരു ഇലക്ഷനുണ്ട്. ആ ഇലക്ഷനിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ആളുകൾ നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ആളുകളായിരിക്കുമോ എന്നുള്ളത് ചിന്തിക്കുക. ഒരപകടം വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ ഓടുന്നതിനേക്കാളും ഏറ്റവും ഉചിതം അത് വരാതെ തുടക്കത്തിലേ തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നതല്ലേ. അപ്പം നമുക്ക് പ്രകൃതി തന്നെ എത്രയോ തവണ വാർണിങ്സ് നൽകിയിരിക്കുന്നു. ഇനിയും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താങ്ങില്ല. എസ്പെഷ്യലി ഈ വരുന്ന മൺസൂണൊക്കെ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യേണ്ട സമയങ്ങളാണ് ഈ മൺസൂണ് 2028 അതുകൊണ്ട് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു വലിയ ദൗത്യമുള്ളതിനാൽ ഇതിലേക്ക് നിയോഗിക്കപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടും അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും നിങ്ങളോട് പറയാനെങ്കിലും സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുക. വെറുതെ ഒന്നും പറയുന്നതല്ല. ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫിക്കകത്ത് ഞാൻ ജനിച്ച കാര്യം മുതലുള്ള പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേര് മാറിയതും എൻ്റെ ഡോക്ടറേറ്റ് ഒഫീഷ്യലി എബ്രോഡിൽ നിന്നായതുകൊണ്ട് ആ പേരിലാണ് ഞാൻ അവിടെ ഡോക്ടറേറ്റ് ചെയ്തത്, ടിറ്റി വർഗീസ് എന്നുള്ള പേരിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേര് അവിടുന്ന് അവർ ചേഞ്ച് ചെയ്ത് തരത്തില്ല അവരുടെ റെഗുലേഷൻ പ്രകാരം. സോ ദാറ്റ്സ് വൈ ഞാൻ ഈ കൽക്കിന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഡോക്ടർ ടിറ്റി വർഗീസ് PhD പൊളിറ്റിക്കൽ സയൻസ് എന്ന് എഴുതുന്നതിൻ്റെ റീസൺ അതാണ്. കാര്യം അവരുടെ റെഗുലേഷൻ പ്രകാരം അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞു വന്ന മെയിൻ പോയിന്റ് ഇതാണ്. ഈ വരുന്ന ഇലക്ഷന് വളരെ വളരെ ക്രിട്ടിക്കലാണ് കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം. ഡാം കേസിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അത് ഡീകമ്മീഷൻ ചെയ്യാനായിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ആരുടെയും പ്രവർത്തനങ്ങൾക്ക് യാതൊരു കാരണവശാലും ഒരു നല്ല റിസൾട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിന് പിന്നിൽ നമ്മളൊക്കെ തന്നെയാണ്, അല്ലേ? നമ്മൾ തന്നെയാണ് അതിന് പിന്നിൽ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് അതിന് പിന്നിൽ. അവരുടെ കയ്യിലാണല്ലോ, തീരുമാനങ്ങളിലാണല്ലോ നമ്മുടെയൊക്കെ ജീവനിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ആസ് എ സ്പിരിച്വൽ പേഴ്സൺ പ്ലസ് ആസ് എ സിറ്റിസൺ ഹു ഈസ് വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ദ കേരള സൊസൈറ്റി, ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തവണത്തെ ഇലക്ഷനെ വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. മസ്റ്റായിട്ടും എൻ്റെ ബുക്ക് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. സ്നേഹപൂർവ്വ ആത്മാക്കൾക്കൊപ്പം തെരേസ അതൊരു ഓട്ടോബയോഗ്രഫിയാണ്, അല്ലാതെ ഒരു ഫിക്ഷൻ നോവലോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്, ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ജനങ്ങളൊക്കെ എവിടേക്ക് പോകും? എങ്ങനെ രക്ഷപ്പെടും? എന്ത് ചെയ്യും? അത്രയും ഒരു ഡിഫിക്കൽട്ട് സിനേരിയോ ഉണ്ടായാൽ അത് ബാലൻസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മുടെ സംസ്ഥാനത്തിനുണ്ടോ? ആശുപത്രി, വാഹനം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സൗകര്യങ്ങൾ, ആംബുലൻസ് ഫെസിലിറ്റീസ്, ഡോക്ടേഴ്സ്, നേഴ്സസ്, ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ടുള്ള റൂട്ട്സ്, ഇങ്ങനത്തെ പല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊന്നും ഇല്ല നമുക്ക്. കാര്യം ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ്, എത്രത്തോളം മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? 2018 ആ ഒരു വിഷയം വന്ന സമയത്ത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം എത്ര ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയൊന്നും ഇനി ഒരിക്കലും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഈ പറയുന്നത് പോലെ
ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാനത്തിലേക്ക് ഇനി വരാൻ പോകുന്ന ആളുകൾ ദയവ് ചെയ്ത് ഈ ഒരു വിഷയത്തിനെ വളരെ എമർജൻസിയിൽ തന്നെ കണ്ട് പരിഹരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക.